എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്തൻ വികാരി കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി നൽകി. അദ്ദേഹം കാണിച്ച നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തത്. 2 കോടതി വിധികളെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹവും അദ്ദേഹം നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർ മങ്ങാടും അങ്ങനെ ശിങ്കിടികളും ഒക്കെ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ കയറി ഡിസംബർ 1 മുതൽ ജനാഭിമുഖ കുർബാന അർപ്പിച്ചു. അദ്ദേഹം ഏകീകൃത കുർബാന അർപ്പിച്ചത് അത് സത്യമാണ്. ബാക്കിയുള്ളവരെല്ലാം ജനാഭിമുഖം അർപ്പിച്ചു. ബാക്കി എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ 5 സെന്ററുകളുണ്ട്. വടുതല, ചിറ്റൂർ, SRM റോഡ് റിന്യൂവൽ സെന്റർ, ചാവറ, ഇവിടെയൊക്കെ ജനാഭിമുഖ കുർബാനകൾ നടത്തുന്ന ഇപ്പോഴും അദ്ദേഹം അനുവദിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം 2025 ജനുവരി 11 വികാരിയായി അധികാരമേറ്റത്. അന്ന് മുതൽ ഇന്ന് വരെ വിമതർക്ക് വേണ്ടിയുള്ള എല്ലാ വിടുപണികളുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഏകീകൃത കുർബാനയെല്ലാം അർപ്പിച്ചോളാമെന്ന് മാത്രമേ അർപ്പിക്കുമെന്ന് എഴുതി കൊടുത്തവർക്ക് അത് റിലൈസ് ചെയ്ത് ജനാഭിമുഖമാക്കി ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കാൻ വാദം കൊടുത്തു. ഞായറാഴ്ച 3:30 മണിക്ക് ഒരു ഏകീകൃത കുർബാന അർപ്പിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കാനുള്ള അനുവാദം കൊടുത്തു. ഇവന്മാർ ഇല്ലിസിറ്റ് കുർബാന സാധുവാണെന്ന് പ്രഖ്യാപിച്ചു കടം വീടാൻ. പക്ഷേ ഇപ്പോഴും സെനറ്റ് പറയുന്നു ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നു. ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന എന്ത് ഘട്ടമാണുള്ളത്? കാറ്റഗിസം കുർബാനയ്ക്ക് ഇതുവരെ യാതൊരുവിധ ഏകീകൃത കുർബാനയും ഒരു പള്ളികളിലും നടക്കുന്നില്ല. വിശ്വാസികൾക്ക് വേണ്ടിയുള്ള കല്യാണം മുതലായ കൂതാശകൾക്ക് ഒരു ഏകീകൃത കുർബാന ലഭിക്കില്ല. ഒരു സെമിത്തേരിയിലും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചടങ്ങുകളും നടത്തി കൊടുക്കില്ല. അത് 50 മാസമായി. ഇദ്ദേഹം 2022 ജനുവരിയിലോ മറ്റോ സിനഡിന്റെ സെക്രട്ടറി ആയതാ. അത് അതിനു മുമ്പായോ എന്ന് എനിക്കറിയില്ല. അന്ന് മുതൽ ഇന്ന് വരെ വിമതർക്ക് വേണ്ടി വിടുപണി ചെയ്തു, ഔദ്യോഗികവും അനൗദ്യോഗികവുമായിട്ട്. പാമ്പളാനി കമ്മീഷൻ 2-3 എണ്ണം വന്നു പോയി. എല്ലാത്തിലും പാമ്പളാനിയാണ് ഒരു മെമ്പർ, ഏത് കമ്മീഷൻ വന്നാലും. പുത്തൂർ കമ്മീഷൻ വന്നപ്പോഴും അങ്ങനെ തന്നെ. അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ നടത്തിയ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രലിൽ 2023 ഡിസംബർ 25 മുതൽ ഏകീകൃത കുർബാന മാത്രമേ നടത്താവൂ എന്നുള്ള മാർപ്പാപ്പാടെ ഉത്തരവ് വരെ ലംഘിച്ചാണ് ഇദ്ദേഹം ഇതൊക്കെ ചെയ്തത്. എറണാകുളം ബസിലിക്കയിലെ ജനാഭിമുഖം ചെല്ലാൻ, അതായത് ഇല്ലിസിറ്റ് കുർബാന ചെല്ലാൻ അദ്ദേഹം ഡിസംബർ 1 മുതൽ അനുവദിച്ച് നടത്തി. അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഡിസംബർ 10 ഞങ്ങൾ അവിടെ കയറി ഏകീകൃത ജനാഭിമുഖ കുർബാനയെ തടഞ്ഞത്. അതിന് 350 പോലീസിനെയൊക്കെ കൊണ്ടുവന്ന് വലിയ പറയുമ്പോൾ ഷോയൊക്കെ കാണിച്ചു. 100-300 പേര് വന്നു. അങ്ങനെ അന്ന് അത് ഇപ്പോൾ ഒന്ന് ഒതുങ്ങി നിന്നപ്പോഴാണ് ഇദ്ദേഹം ഈ കളി. ഈ സിനഡിലെ മെത്രാന്മാരെ യാതൊരു മാറ്റവും വരുത്തിയില്ല. ഒരു കുർബാന പോലും അവരർപ്പിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ 3:30 മാറ്റിന് ഷോയ്ക്ക് അവർ പവനാനുവാദം കൊടുത്തതുപോലെയാണ് പാമ്പളാനി പറയുന്നത്. എല്ലാം സിനഡ് പറഞ്ഞു എന്നാ. നമുക്കറിയത്തില്ല. നമ്മൾ കാണുന്ന മെത്രാന്മാർ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നു. എന്താണോ ഈ സഭയെ നശിപ്പിക്കുവാനാണ് ഈ സിനഡിലെ മെത്രാന്മാർ തുനിയുന്നതെങ്കിൽ തുനിയട്ടെ. ഈ സഭ ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സഭയല്ലല്ലോ. ഞങ്ങൾ സിനഡിനെ അംഗീകരിക്കാൻ പോകുന്നു. ആ സിനഡിന്റെ തീരുമാനത്തെ അംഗീകരിക്കാത്ത മെത്രാന്മാരും പാമ്പളാനിയും ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ കോടതിയിൽ ഞങ്ങളിങ്ങനെ 2 മാർപ്പാപ്പാടെ കൽപ്പന ലംഘിക്കപ്പെടാതിരിക്കാനും സിവിൽ കോടതിയുടെ ഡിസംബർ 20 പള്ളി പൂട്ടിക്കിടക്കുവാണ്. ഡിസംബർ 20 സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും ആണ് ഞങ്ങൾ ഇവിടെ നിലകൊണ്ടത് സമരവുമായി. ആ സമരം ഇന്നും ഞങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നു. ഞങ്ങളിത് തുടർന്നുകൊണ്ട് പോകുന്നു. അല്ലെ കോടതി പറയട്ടെ ജനാഭിമുഖം ഇവിടെ ചെല്ലാൻ, ഇല്ലിസിറ്റ് കുർബാന ചെല്ലാൻ ഇവന്മാർക്ക് അധികാരം ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയട്ടെ. അതുവരെ ഞങ്ങളവിടെ സമരത്തിൽ തന്നെയായിരിക്കും. ആ സമരം ഞങ്ങൾ പിൻവലിക്കുന്നില്ല. പക്ഷെ ഒരു സങ്കടമുണ്ട് ബഹുമാനപ്പെട്ട മെത്രാന്മാരോട്. നിങ്ങൾ എന്താണ് ഈ ധരിക്കുന്നത്?
50 മാസമായിട്ട് ഇവിടെയുള്ള വിശ്വാസികളെ കുരങ്ങ് കളിപ്പിക്കുകയാണ്. നിങ്ങൾ അവരെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്? മനസാക്ഷിയോട് ചോദിക്കുക. അധികാരം ഞങ്ങൾക്കില്ല, അധികാരമുള്ളത് മെത്രാന്മാർക്കാണ്. ഈ പാമ്പ്ളാനിയെ കയറൂരി വിട്ടിരിക്കുന്നു. കള്ളം മാത്രം അദ്ദേഹം ഹൈക്കോടതിയിലും പറയുന്നു. ഈ മാർപ്പാപ്പയുടെ ഉത്തരവിനെ പറ്റി അദ്ദേഹം പറയുന്നില്ല. 49 മെത്രാന്മാരപ്പെട്ട ഉത്തരവിനെ പറ്റിയില്ല. മാർപ്പാപ്പയുടെ പല ഉത്തരവുകൾ തീർത്ഥാടന കേന്ദ്ര സെമിനാരികളിലെ ഏകീകൃത കൊള്ളുന്നതില്ല. സിനഡിന്റെ ഉത്തരവിനെ പറ്റിയില്ല. സിനഡ് ഇല്ലസിറ്റായിട്ട് പ്രഖ്യാപിച്ച കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. സിവിൽ കോടതിയുടെ ഉത്തരവുകളുള്ള വിവരം പറഞ്ഞില്ല. ഇതൊന്നും പറയാതെ ഒരു മെത്രാന്റെ സ്ഥാനത്തിരിക്കുന്ന ആളൊക്കെ ഒരു കോടതിയിൽ കളവായി സത്യവാങ്മൂലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സഭയിലെ മൂല്യച്യുതി. അപ്പൊ ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഈ പുരോഹിതവർക്കും എല്ലാം അങ്ങനെയാണോ? ശബരിമലയിലെ തന്ത്രി വരെ മോഷിച്ചു, ആ നിലയിലാണോ ഇവിടെ? ഞങ്ങൾക്കൊരു സംശയമുള്ളത്, സാമ്പത്തിക ക്രമക്കേടുകളും മറ്റ് ലൈംഗിക ആരോപണങ്ങളും ഈ മെത്രാന്മാർക്കെതിരെ ഉണ്ട്. അത് ഇവിടുത്തെ അച്ഛന്മാർക്കറിയാം. അത് പുറത്തു വിടുമെന്ന് പേടിച്ചിട്ടാണോ ഈ മെത്രാന്മാർ? അവർക്ക് വിമതർക്ക് അനുകൂലമായി നിലകൊള്ളുന്ന ഒരു ഭയമുണ്ട്. ആ ഭയം അസ്ഥാനത്തല്ല, വെറുതെ ഉണ്ടായൊരു ഭയമല്ല. 77 കൊല്ലത്തെ ജീവിത പരിചയം കൊണ്ടും പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്നത് കൊണ്ടും തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മെത്രാന്മാർ ഇവരെ ഭയപ്പെടുന്ന? വിമതന്മാർക്ക് കുടികൾ. അത് തന്നെയല്ല, ഈ സമവായ മാർഗരേഖ എന്ന് പറയുന്നത് നടപ്പായിട്ടില്ല. 60 കത്തനാരന്മാർ ഇന്നുവരെ ഒരു ഏകീകൃത കുർബാന നടപ്പാക്കിയിട്ടില്ല. അതിനുവേണ്ടിയാണല്ലോ ഇത് നടക്കുന്ന സമവായം നടത്താനാണ്. 60 അച്ഛന്മാർ ഒറ്റ കുർബാന പോലും ഏകീകൃത ഇന്ന് വരെ ചെയ്തിട്ടില്ല. അവരുടെ പേര് എന്ന് നടപടി എടുക്കണ്ടേ? അല്ലെ അവർ പിരിഞ്ഞു പോകുമായിരിക്കും. ഈ സഭ 2ആയി പിളരും, 3ആയി പിളരും, മുസ്ലിങ്ങളാണ് ഇതിന്റെ പിറകിൽ നിന്നൊക്കെ ചുമ്മാ പറയുന്നതാ. അതൊക്കെ പറഞ്ഞുണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ടായിരുന്നു. അത് കിട്ടുമോ എന്നറിയാനാണ് ഒരാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കിട്ടിയില്ല. വേറൊരു അയാൾ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് ആകാമെന്ന് ഓർത്തു. അതും നടന്നില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ സാധാരണ പൊതുജനങ്ങളെക്കാൾ സ്ഥാനലബ്ധിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറെ മെത്രാന്മാരാണ് ഇപ്പോഴുള്ളത്. അത് അടച്ചാക്ഷേപിക്കുകയാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ 50 മാസമായി ഇവരിൽ ഒരു വ്യത്യാസവും നമ്മൾ കാണുന്നില്ല. ഈ 26/6 സമവായ മാർഗരേഖ ഒരു ഇല്ലിസിറ്റ് കുർബാന അല്ല, ഒരു ഏകീകൃത കുർബാന ഞായറാഴ്ച നടത്തിയാൽ മതി എന്ന് പറഞ്ഞത് ഇതുവരെ നടപ്പായില്ലെന്നുള്ള 2 സീനഡുകൾ കഴിഞ്ഞു മെത്രാന്മാരുടെ. എന്നിട്ടും അവർക്കറിയില്ലേ? അപ്പം അവരോട് നമ്മൾ പറഞ്ഞു കൊടുത്തതാണ് പലതവണ പോയി പലരായിട്ട്. പാലാ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, തൃശ്ശൂർ, രാമനാഥപുരം മുതലുള്ള എല്ലാ മെത്രാപ്പോലീത്തമാരോടും നമ്മൾ പറഞ്ഞു. പെർമനന്റ് സിനഡിനോട് നമ്മൾ ആവശ്യപ്പെട്ടു. പെർമനന്റ് സിനഡിലെ ഈ സ്ഥിരംഗങ്ങളെ കൂടാതെ ഇടയ്ക്ക് വരുന്ന അംഗങ്ങളെ, അത് ഇൻവൈറ്റീസായ മെത്രാന്മാരോട് പറഞ്ഞു. ഇതൊക്കെ കൂട്ടായിട്ടും ഒറ്റയ്ക്കും അല്ലാതെയും പറഞ്ഞു. ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ ഈ സഭ എങ്ങോട്ടാണ്? എൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കണമെന്ന് ഞാൻ ചോദിച്ചപ്പം 100 കൊല്ലം വരെ ജീവിക്കുമെന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റെ പോംവഴി ഇതുവരെ ഇല്ല. പാമ്പ്ളാനി മെത്രാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിന് 4.5 കോടി മുടക്കി ഒരു ക്രീമറ്റോറിയം ബിജോ ഭവനിൽ പണിയുന്നുണ്ട്, അപ്പോൾ എളുപ്പമുണ്ടെന്ന് കത്തിക്കാൻ. ഇതാണ് ഗതി. കത്തിച്ച് കഴിഞ്ഞിട്ട് 7 വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ആ പ്രശ്നമില്ല. സഭയെ വഞ്ചിച്ചു, വിശ്വാസികളെ വഞ്ചിച്ചു, മാർപ്പാപ്പയെ വഞ്ചിച്ച നിലയിൽ ഈ സഭ എത്ര കാലം മുന്നോട്ട് പോകും? ദൈവം ഇടപെടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ദൈവത്തിന് മാത്രം ഇതിൽ ഇടപെടാൻ സാധിക്കൂ, അല്ലാതെ ഇവന്മാർ അതൊന്നും ചെയ്യല. ഒറ്റ കാര്യം ഒന്നുകൂടെ എടുത്തു പറയുന്നു, ഈ മെത്രാന്മാർക്ക് സാമ്പത്തിക ലൈംഗിക ആരോപണങ്ങൾ അറിയാമോ ഈ ഇവിടുത്തെ അച്ഛന്മാർക്ക്? അത് പുറത്തു വിടുമെന്നുള്ള ഭയമാണോ ഇവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത്? അത് പ്രത്യേകം ഇനി ചർച്ച ചെയ്യേണ്ടതുണ്ട്, എടുത്തെടുത്ത് ചോദിക്കേണ്ടതുണ്ട്.